നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി യുവാവിനെ ബഹ്റൈനിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ബഹ്റൈനിൽ റെസ്റ്റോറന്റ് വെയിറ്ററായി ജോലി ചെയ്തിരുന്ന യുവാവിനെ താമസ സ്ഥലത്തിന് സമീപത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കാമുകി മറ്റൊരാളെ വിവാഹം ചെയ്തതിൽ മനംനൊന്താണ് യുവാവിന്റെ ആത്മഹത്യയെന്നാണ് വിവരം. തമിഴ്നാട് വില്ലുപുരം സ്വദേശി അർജുൻ കുമാറാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. താമസ സ്ഥലത്തിന് സമീപത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ ഒരു സുഹൃത്താണ് പുലർച്ചെ കണ്ടെത്തിയത്. നാട്ടിലുള്ള തന്റെ കാമുകി സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട മറ്റൊരാളെ വിവാഹം കഴിച്ച വിവരമറിഞ്ഞ് അർജുൻ കുമാർ ഏറെ ദുഃഖിതനായിരുന്നുവെന്നും മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഇക്കാര്യം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ ഇട്ടിരുന്നുവെന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നു. ഞാൻ മരണപ്പെട്ടാൽ പിന്നെ ആർക്കും എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ലെന്നുള്ള തമിഴ് വരികളാണ് അവസാനമായി സ്റ്റാറ്റസ് ഇട്ടത്. ഇത് കണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും യുവാവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ അർജുൻ കുമാറിന്റെ മരണവാർത്തയാണ് അവരെ തേടിയെത്തിയത്. 8 മാസം മുൻപാണ് അർജുൻ ബഹ്റൈനിലെത്തിയത്. നാട്ടിലുള്ള ഒരു യുവതിയുമായി കുറച്ചു നാളായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇരുവരും വിവാഹിതരാവാൻ തീരുമാനിച്ചിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നു. എന്നാൽ പിന്നീട് യുവതി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട മറ്റൊരാളുമായി അടുപ്പത്തിലാവുകയും അടുത്തിടെ ഇരുവരും വിവാഹിതരാകുകയും ചെയ്തു. ഇതോടെ മാനസികമായി തകർന്ന യുവാവിനെ സമാധാനിപ്പിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. യുവാവിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം അർജുൻ മരണപ്പെട്ട ശേഷം കമ്പനി അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് അർജുന്റെ സഹോദരൻ പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകരുമായും എംബസി ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചിട്ടുണ്ടെന്നും മൃതദേഹം ഉടൻ തന്നെ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു. സംഭവം എംബസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ മരണപ്പെട്ട യുവാവിന്റെ കുടുംബാംഗങ്ങളോടും ഇയാളുടെ തൊഴിലുടമയോടും ബഹ്റൈൻ അധികൃതരോടും ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും എംബസി അറിയിച്ചു. അതുപോലെ കഴിഞ്ഞ ദിവസം പ്രവാസി മലയാളി ദുബായിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരുന്നു. കണ്ണൂർ ചൊക്ലി കവിയൂർ റോഡ് PM മൻസിലിൽ 20 വയസ്സുള്ള മുഹമ്മദ് നസലാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി ബാത്റൂമിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ദുബായ് മദീന സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മാതാപിതാക്കൾ ദുബായിലുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.